Hi guys, welcome back to my channel. ഇന്ന് we are at ബാലി ആൻഡ് ബാലിയിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വി ആർ ഇൻ ഗില്ലി ഐലൻഡ്സ്. അപ്പോൾ ഗില്ലി ഐലൻഡ്സിൽ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ബാലിയിൽ വരുമ്പം സ്ഥിരം പോകുന്നൊരു സ്ഥലമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ മെയിൻ ബാലി ഉബുദ് ഐലൻഡ് ഉബുദൊക്കെ ഉള്ള അവിടെ അല്ലാണ്ട് നമ്മൾ മാറിയിട്ട് ഗില്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാനും ബാക്കിൽ സുമും ഉണ്ട്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞ് ഐലൻഡാണ്. ഇവിടെ കാറില്ല, ബൈക്കില്ല, ആകെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ സൈക്കിളുണ്ട്, അല്ലെങ്കിൽ കുതിരയുണ്ട്, ഇല്ലെങ്കിൽ നടക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. അത് എക്സൈറ്റഡ് സുമു? യെസ്, ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ്. ഞങ്ങൾ ഇന്നലെ ന്യൂസ് പേപ്പറിനിടയിലായിരുന്നു, ഇന്നിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റേ. നമ്മളൊരു കുഞ്ഞ് ലിത്ത ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്റ്റേയിലാണ് 2 ദിവസം താമസിക്കുന്നത്. ഇന്ന് എത്തി, നാളെ ഇവിടെ താമസിക്കും, ആൻഡ് മറ്റന്നാൾ നമ്മൾ തിരിച്ച് ബാലിയിൽ പോകും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളായി തോട്ട് ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് പ്ലേസിൽ വന്നുകൊണ്ടായി തോട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ നിങ്ങളെ. പിന്നെ ഞങ്ങളിവിടെ വന്നത് ന്യൂസ് പേപ്പറിനിടയിൽ ഒരു 2 hours ഫെറി എടുത്തിട്ടാണ്. ഫെറി റൈഡ് നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഫുൾ ഉറങ്ങി 2 മണിക്കൂറുണ്ട്, നല്ല സമയമെടുക്കും. ഇങ്ങനെ എത്തി, നമ്മളൊരു 10:45 കയറി 12:45 ആയപ്പോൾ എത്തി. ഇപ്പം വന്നു. ഇനിയിപ്പം വിശക്കുന്നു, നമ്മൾ പോയി ലഞ്ച് കഴിച്ചിട്ട് അല്ലേ, നമുക്ക് ലഞ്ച് കഴിച്ച് ഉടനെ നമ്മൾ പുറത്തോട്ട് നമ്മുടെ കുഞ്ഞ് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെയും അത് സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 50,000 ഇന്തോനേഷ്യൻ റുപ്പയാണ് റെൻറ്റ്. അപ്പം നമ്മൾ 2 സൈക്കിളെടുത്ത് ഈ ഐലൻഡെല്ലാം ചുറ്റിക്കറങ്ങാൻ പോവാം. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ കുഞ്ഞിലേ എന്തോ സൈക്കിൾ ഓടിച്ചതാണ്, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ നല്ല പേടിയുണ്ട്. പക്ഷേ ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെ സൈക്കിൾ ഓടിക്കാനല്ലേ. അപ്പോൾ നമുക്ക് സൈക്കിളെടുത്ത് നിങ്ങളെ പറ്റുന്നത്ര ഞാൻ ഐലൻഡെല്ലാം കാണിക്കാം. ഓക്കെ, എനിവേ വെൽക്കം ബാക്ക് അഗെയിൻ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയില്ലേ അവിടെ തന്നെ. ഹൈ സുമനെ കണ്ടില്ലല്ലോ. ഹലോ. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിൽ തന്നെ നമ്മൾ സ്നോർക്കലിംഗ് ടൂറിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ലൈക്ക് നമ്മുടെ ഹോം സ്റ്റേയിലുള്ള ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മളൊരു 4 hours പ്രൈവറ്റ് സ്നോർക്കലിംഗ് ടൂർ ബുക്ക് ചെയ്തു. പബ്ലിക്കും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. പബ്ലിക് എടുത്ത് ആക്ച്വലി കുറച്ചുകൂടെ ചീപ്പറായിട്ട് കിട്ടും. പക്ഷേ ഭയങ്കര ക്രൗഡാണ് ഈ പബ്ലിക് ഇതിലന്ന് ഞങ്ങൾ കണ്ടു യൂട്യൂബിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പ്രൈവറ്റ് എടുക്കാം. വലിയ റേറ്റ് ഡിഫറൻസ്, കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വൺസ് ഇൻ ലൈഫ് വരുന്നതാണല്ലോ. അപ്പോൾ എന്താ ഇവിടെ ആയിരിക്കും നമ്മുടെ. അപ്പോൾ ഞങ്ങളിപ്പം ഇപ്പം എത്ര മണി? 2 മണി. നമുക്ക് 3 മണിക്ക് പോകണം. അപ്പോൾ നമ്മൾ വേഗം ലഞ്ച് കഴിച്ച് ചെല്ലാൻ പറഞ്ഞു. നമ്മളിപ്പം തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഇത് തന്നെ സ്നാപ്പർ കോർണർ വന്നു. ഇതാ ഇവിടെ നമ്മൾ വന്ന് കറിക്കോ. എന്താ ഇവിടെ നമ്മൾ എന്തോ ഫിഷൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് കഴിക്കാൻ പോകും. ഓക്കെ, നമ്മുടെ ഫുഡ് വന്നു. എൻ്റെ ഫുഡ് വന്നു. ഞാൻ നാസി ഗോരങ് ഓർഡർ ചെയ്തു. സുമു ചിക്കൻ കറി വിത്ത് റൈസ് ഓർഡർ ചെയ്തു. സുമുവിൻ്റെ വന്നില്ല. എൻ്റെ ഐസ് കോഫി ഓൾ ഹിയർ. നല്ല ഭംഗിയില്ലേ. ഇത് ബേസിക്കലി ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസാണ്. നല്ല രസമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ നമ്മുടെ പപ്പടം പോലത്തെ സാധനം. ഇന്നലെ രാത്രി കഴിച്ചതെന്ന് കൊള്ളാം. ഞാൻ റൈസ് കഴിച്ചില്ല. ഇന്നലെ രാത്രി ഇത് തന്നെ ഞാൻ കഴിച്ചത്. ഇവിടെ പിന്നെ ബാക്കി ബർഗർ സാൻഡ്വിച്ച് ഉള്ളൂ, ഞാൻ ഒത്തിരി കഴിച്ചു. അപ്പോൾ എനിക്ക് റൈസ് തന്നെ കഴിക്കാൻ തോന്നി. ട്രൈ ചെയ്തു കഴിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് ഈ മഞ്ഞ പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. ആഹാ, കുറേ പേർക്ക് ഇത് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എനിക്കിങ്ങനെ മഞ്ഞ ഗുയിയായിട്ട് ഭയങ്കര ഇഷ്ടം. നൈസ്. സുമുവിൻ്റെ ഫുഡ് വന്നു. ഇതാണ് സുമുവിൻ്റെ. അയ്യോ, എരിയുമ്പൊടി ഇല്ലാത്ത കറിയായി പോയി. ഓ മൈ ഗാഡ്. സുമു നാസി ഗോരങ് കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. സുമു ചിക്കൻ കറി എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുന്നതാണ്. സുമുവിന് വെള്ളം കിട്ടി. വെള്ളത്തിൽ ചിക്കൻ കിടപ്പുണ്ട്. ഓ മൈ ഗാഡ്, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. ഈ ഇലയൊക്കെ പറക്കി തിന്നാ. ഇത് വേറെ ഒന്നുകൂടെ പറയണോ? കഴിച്ചു നോക്കാം. ഞാനിവിടെ ഉണ്ടല്ലോ.
സ്പൈസിയോ? ഞാൻ സ്പൈസി വേണമെന്ന് പറഞ്ഞു. ആണോ? അയ്യോ നല്ല എരിയുണ്ട് കേട്ടോ. അമ്മേ എരിയുന്നു. സ്പൈസി ചോദിക്കണ്ടായിരുന്നു കേട്ടാ. ഒരു മുളക് പൊടി വാരി വിതറി. എങ്ങനുണ്ട്? കഴിക്കാൻ പറ്റും. കൊള്ളാമോ? ഓക്കെ ഗൈസ്, നമ്മളതാ പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു, നമ്മുടെ സ്വിം സ്യൂട്ടൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ സ്നോർക്കലിങ്ങിനായിട്ട് പോവാം. റെഡി. നമ്മൾ സൈക്കിളിൽ പോകാൻ. എത്രയായി? 11 ലക്ഷം കൊടുത്ത് നമ്മൾ രണ്ടുപേരും 4 hour സ്നോർക്കലിംഗ് ട്രിപ്പ് ചെയ്യാൻ പോവാണ്. കറക്റ്റ് അല്ലേ? വണ്ടർഫുൾ. കടല് കാണാം. ഭംഗിയുള്ള കടൽ. എന്തോ? പുളിമരം നല്ല ഭംഗിയുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ കുതിരവണ്ടികൾ പോവും, ആളുകളെല്ലാവരും നടക്കുക. ഭയങ്കര ഭംഗിയുള്ള സ്ട്രീറ്റ്സ്, ഫുൾ കടകളാണ്. നല്ല രസം. നമ്മൾ ഇതൊക്കെ സൈസ് അനുസരിച്ച് എടുക്കാൻ പോവും. ഓക്കെ അല്ലേ? എന്താ നമ്മുടെ സൈസ് അനുസരിച്ച് ഇതൊക്കെ ഇട്ട്. ഇതെന്റെ ഭയങ്കര വർഷത്തെ ആഗ്രഹം. ഇതിന് നല്ല വെയിറ്റ് ഉണ്ടല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹം, അറിയോ എനിക്ക് ഇതിട്ട് നീന്തണമെന്ന്. എന്ന് എൻ്റെ ആഗ്രഹം നടക്കും. ഓ ഇതിനെന്തൊരു വെയിറ്റ്. എനിക്കെന്റെ ഒരു കാര്യം തന്നില്ല. എൻ്റെ മറ്റേ കാര്യം തരുമോ? അപ്പം നമുക്ക് ഇതൊക്കെ കിട്ടി. നമ്മുടെ എന്താ ഫിൻസൊക്കെ കിട്ടി. റെഡി. ഓ നല്ല പേര്. തിരിച്ചു വന്നിട്ട് നമുക്ക് സുവനിയേഴ്സ് ഒക്കെ വാങ്ങാം. നന്നായി നമ്മളിവിടെ ഒരു ദിവസം ഇവിടെ നിൽക്കുന്നല്ലേ. ഇവിടെ ആക്ച്വലി ഇവിടെ കുറേ ദിവസം ഇങ്ങനെ ചില്ല് ചെയ്ത് കുറ്റിയടിച്ച് നിൽക്കാനുള്ള സാധനമുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാൻ. ഒരു വേറെ തന്നെ ലോകത്തെത്തിയ പോലെ തോന്നില്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു പുതിയ സ്ഥലം, എല്ലാം ഡിഫറെൻറ്റ്. എല്ലാം കുതിരവണ്ടി നിർത്തിയിരിക്കുന്നുണ്ടോ? കാണിച്ചു തരാം. ഇതാ ഫുൾ കുതിരവണ്ടികളാണ്. നമ്മളിതിലൊന്നും കയറില്ല. പക്ഷേ ഈ കുതിരകളൊക്കെ പാവം ടയേർഡായിരിക്കും തോന്നുന്നു. ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടോ ഉണ്ടോ? നമ്മളിപ്പോൾ നമ്മുടെ ബോട്ടിൽ കയറാൻ ഈ പോർട്ടിൻ്റെ അടുത്തെത്തി. ഇവിടെയാണ് ആക്ച്വലി നമ്മൾ വന്ന് ഇറങ്ങിയത്. അവിടെ തന്നെ നമ്മൾ വീണ്ടും വന്നു. ഈ വരുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ ബോട്ടല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതേ നമ്മുടെ ബോട്ട് കണ്ടു. ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. Stand up. Okay. Okay. Take the picture. Oh, together, yeah. Video, yeah. Video. Hi guys. Hello. Good afternoon. Good. Yeah. Okay. You ready snorkeling? Ready, yeah. No. Oh, look at this. Turtle in the bottom. Look. Okay, let's go. Turtle, say hello with you. Yeah, let's go. അയ്യോ ഞാൻ ചടിയില്ലേ?
ഗൈസ് ഞങ്ങള് രണ്ടിടത്ത് സ്നോർക്കല് ചെയ്തു. അയ്യോ പറമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഭയങ്കര എന്തോ വലിയ ആമേനെ കണ്ടെന്ന് ഞങ്ങൾ ആമയുടെ ഇത്ര അടുത്ത് വന്നു. നല്ല രസമുണ്ട്, ഭയങ്കര ഭംഗിയുള്ള കോറൽ റീഫാണ്. കുറേ നേരം ഇങ്ങനെ കടൽ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, എൻ്റെ സൗണ്ടൊക്കെ കിടന്ന് ആ ഒരു സുഖത്തിലിരിക്കുക ഞാൻ. മറ്റേ സിന്ദഗീന മില്ലിയിലെ ഹൃത്തിക് റോഷൻ ലാസ്റ്റ് ഇരിക്കില്ലേ, അതേപോലെ എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ ഇരുത്തുണ്ട് അല്ലേ സുഖം. നമ്മളിനി ഇരിക്കും കുറെ കഴിഞ്ഞിട്ട്. ഇനി നമ്മൾ പോവാം, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സണ്ണൊക്കെ മേളില് എത്ര മണിയായോ എന്തോല്ല, നമുക്ക് ഒരു ഐഡിയ ഇല്ല. കുറെ നേരമായിട്ട് കണ്ടേ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പുള്ളിയാണ് ഹാരി അടിപൊളിയായിട്ട് നീന്തും കേട്ടോ. ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് നീന്തുന്നത്. ബാക്കി ഹാരിയൊക്കെ സിമ്പിളായിട്ട് പോയി സ്നോർക്കൽ ചെയ്ത് എല്ലാം കാണിച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നൊക്കെ പുള്ളിയാണ്. അടിപൊളി. പക്ഷെ ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് നീന്താനുള്ള ധൈര്യം ഇല്ല, കാരണം കുറച്ച് നല്ല ആഴമുണ്ടല്ലേ. ആഴം മാത്രമല്ല പ്രശ്നം, ഭയങ്കര എന്താ കറണ്ട് സ്ട്രോങ്. അപ്പൊ ഇങ്ങനെ തീരെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ വെറുതെ നിന്നാൽ നമ്മൾ അവിടെ നിൽക്കത്തില്ല, നമ്മളിങ്ങനെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞങ്ങൾ സേഫ്റ്റിക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് നീന്തുന്നത്. നൈസ്, വെരി നൈസ്. Next, where are we going? Me, because Harry is very tired. Harry. Okay. Sorry, I have the full energy, stamina. Okay, this is our see the baby turtle later. Yeah. Okay, baby turtle. Later, if you wanna drink juice, coconut, up to you. Yeah. Okay. Over there. Yeah. No. Okay. This is which island? This is the Gili-Meno. Gili-Meno Island. For honeymoon island, Gili-Meno. Very quiet on Gili-Meno, yeah. Very quiet. Okay, ready? Ready? Let's go. Yeah, oh my God! One more again, one more. Yeah. Hi. Bye bye. See you later. This is a customer from India. Yeah, all good. Yeah. Okay guys, ഞങ്ങളുടെ എല്ലാ സ്നോർക്കലിങ്ങും കഴിഞ്ഞു അല്ലേ സുമു? അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളി. അയ്യോ എൻ്റെ കുറെ തുമ്മി, എനിക്ക് അല്ലെങ്കിലും തുമ്മലുണ്ട്. അയ്യോ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിൽ കിടത്തൊക്കെ തുമ്മി. ഞാൻ സ്നോർക്കൽ ചെയ്തോണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് തുമ്മി അറിഞ്ഞു. വെള്ളത്തിൻ്റെ അകത്ത് തുമ്മാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചു. കോമഡിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെറുതെ കിടന്നു, റിലാക്സ് ചെയ്തു. അയ്യോ അടിപൊളി. ഇനി നമ്മൾ ഈ കരയിൽ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ പോവാ അല്ലേ? നൈസ്. അവിടെയൊക്കെ ആൾക്കാർ കുഞ്ഞു ടർട്ടിൽസ് ഉണ്ടെന്നാണ്, അവരൊക്കെ നടന്നു പോണവരൊക്കെ
ടർട്ടലിനെ സ്പോട്ട് ചെയ്യാണെന്നാണ് അയാൾ പറഞ്ഞത്. നമുക്കും പോയി നോക്കാം. നമ്മൾ ഒരുപാട് വലിയ ടർട്ടലിനെ കണ്ടു. അങ്ങനെ നമ്മൾ ഇപ്പോൾ അടുത്ത ഐലൻഡിൽ ഗില്ലി മെനോ ഐലൻഡിൽ വന്നു. ഇങ്ങനെ നമുക്കിനി ഇപ്പം കുറച്ച് നേരം ഇവിടെ ചില്ല് ചെയ്യാം, സൺസെറ്റൊക്കെ കാണാം. സൺസെറ്റ് ചിലപ്പോൾ നമ്മൾ ആകുമ്പോൾ ബോട്ടിലോട്ട് കയറുമായിരിക്കും അല്ലേ സുമോ? ഇവിടെ കുറച്ചിങ്ങനെ കടകളുണ്ട്. ഇവിടെ നമ്മൾ ഗില്ലിറ്റി ഐലൻഡ് നല്ല ക്രൗഡഡാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ജനവാസം കുറവാണ്, കുറച്ച് പേരൊക്കെ ഉള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ അടുത്ത് ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ അതും അവിടെ ഇവിടെ ബേബി ടർട്ടിൽ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഓ ഉണ്ട് കേട്ടോ. ഓ കുഞ്ഞു കുഞ്ഞു ടർട്ടിൽ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ശേ ക്യൂട്ടല്ലേ? ഓ അടിപൊളി. ഡു നോട്ട് ടച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഓ നമ്മൾ കണ്ട ടർട്ടിലപ്പം എന്ത് വലുതല്ലേ. നീന്തുന്നതൊക്കെ ഭയങ്കര കോമഡിയാണ് അവർ നീന്തുന്നത്. നമ്മൾ നീന്തുന്നതാണ് കാണാൻ അവർ എഴുതുന്നത്. കയ്യും കാലും ഒക്കെ എടുത്തിട്ടടിച്ച്. നമ്മൾ ആക്ച്വലി ടർട്ടിലെന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടു, ടർട്ടിൽ നീന്തുന്ന മേളിൽ വന്ന് ശ്വാസം വലിക്കുന്നത് കണ്ടില്ലേ? അത് ഭയങ്കര കരുതായിരുന്നു. എന്നാ തോന്നുന്നത് മേളിൽ വന്ന് ശ്വാസം വലിക്കുന്നത് കണ്ട. അയ്യോ എനിക്ക് തണുപ്പ് ചൂട് ഞാൻ ചറ പറ തുമ്മുന്നു. അയ്യോ നമ്മൾ ടാനായോ? നന്നായി ടാനായിട്ടുണ്ടല്ലേ? അടിപൊളി. ഐലൻഡ് ഇഷ്ടമായോ? ഇഷ്ടമായി. വെരി നൈസ്. നമുക്ക് പോയി എന്തെങ്കിലും കുടിക്കാം. അയ്യോ നല്ല ചൂട്, നല്ല രസം, നല്ല ക്ലൈമറ്റ്, ചുറ്റും ആരുമില്ല. ഐലൻഡ് ലൈഫ് അടിപൊളി. ഇവിടെ ഇതുപോലെ നല്ല കുറേ വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കിളൊക്കെ ഓടിച്ച്. ഇത് ശാന്തത ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥലമല്ലേ? ശാന്തത ഇഷ്ടമുള്ളവർ ഗില്ലിറ്റിയിൽ വന്ന് നിൽക്കരുത്. ഇപ്പുറത്തെ ഗില്ലി മാനോയിലോ ഗില്ലി എയറിലോ പോയി നിൽക്കണം. അവിടെ വളരെ ശാന്തതയുണ്ട്. അങ്ങനെ അടിപൊളി. നമുക്കിനി ബാഗൊക്കെ എടുത്ത് പോവാം. ഇവിടുത്തെ ഇതൊക്കെ കണ്ടോ? ഇടയ്ക്കാണ് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കിടക്കുന്നത്. പക്ഷേ വെരി പ്രിറ്റി പ്ലേസ്. ലെറ്റ്സ് ഗോ. പോവാം അങ്ങോട്ട്. നമുക്ക് പോയി എന്തെങ്കിലും കുടിക്കാം. നമ്മളിനി നാളെ ഒരു ദിവസം കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്. എൻ്റെ മുടിയെല്ലാം തന്നെ കേളിയായി. കണ്ടോ സുമു? നല്ല രസമുണ്ട്, നാച്ചുറലി കേളിയായി. ഓക്കെ, അപ്പോൾ നാളെ നമ്മളിവിടെ തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഗില്ലിറ്റിയിൽ. ഇന്ന് രാത്രി അവിടെ എന്തൊക്കെയോ പാർട്ടി സീൻസൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ലെറ്റ്സ് ഗോ ആൻഡ് സീ. അറിയില്ല, ഇത് ഞങ്ങളുടെ വലിയ പ്ലാൻ ചെയ്തിട്ടില്ല. അവൻ്റെ ഒരു ഫ്ലോയിൽ പോട്ടെന്ന് വിചാരിച്ചു. ഇനി നാളെ സ്കൂബ ഡൈവിങ് ചെയ്യണോ? ഞങ്ങൾ ആക്ച്വലി ഓൾറെഡി സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടില്ല. ഷോ എന്ത് ബാക്ക്ഗ്രൗണ്ട് ആയത് എനിക്ക് തന്നെ കണ്ടിട്ട്. നോക്ക് നമ്മളെ നോക്കൂ. ആഹാ എന്താ ഭംഗി, എന്തൊരു ഫ്രെയിം. ആ സ്കൈ, ആ കടൽ, സൂപ്പർ. അപ്പോൾ നാളെ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞങ്ങൾ ചില്ല് ചെയ്യും, ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ പോയി എന്തെങ്കിലുമൊക്കെ അപ്പോഴത്തെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ആക്ടിവിറ്റി പോകാത്തായിരുന്നു. സ്നോർക്കലിംഗ് അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മളിനി സൺസെറ്റ് കാണാൻ ബോട്ടിൽ പോവാം അല്ലേ? നമ്മൾ ബോട്ടിൽ പോയിരുന്ന് സൺസെറ്റ് കാണാൻ പോവാം. ആദ്യമായിട്ടാണ് നമ്മൾ ബോട്ടിൽ സൺസെറ്റ് കാണുന്നത്. സോ നമ്മളിതാ സൺസെറ്റ് കാണുക ബോട്ടിലിരുന്ന്. സോ ഗുഡ്. അയ്യോ കമോൺ സുമു. നമ്മൾ സൺസെറ്റ് കാണുന്നു. സൺസെറ്റ് കാണിച്ചു തരാം. സൺസെറ്റ് ഈ ഫോണിൽ കൂടെ എൻ്റെ ഭംഗി കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നൈസ്.
നമ്മൾ നടുക്കടലിൽ നമ്മൾ ചുമ്മാ പാർക്ക് ചെയ്തിട്ടിട്ട് ചില്ല് ചെയ്ത് സൺസെറ്റ് കാണുന്നു. ഓ, കോർ മെമ്മറി അല്ലേ, മറക്കാൻ പറ്റില്ല. സോ ഗുഡ്, അടിപൊളി, ലൈക്ക് സോ ഗുഡ്. ഇവിടെ വരാൻ തീരുമാനിച്ചത് വളരെ നല്ലൊരു തീരുമാനം. ഞങ്ങൾ നാളെ രാവിലത്തെ ടൂർ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അല്ല. ദർ ഇസ് നോ ബെറ്റർ വേ ടു സ്പെൻഡ് ദിസ് ഈവനിങ്. അല്ലേ, ദൂരെ മലയൊക്കെ കണ്ടോ, ജസ്റ്റ് സോ ഗുഡ്. വാവ്, നാളെ ഒരു ദിവസം ഉണ്ട് നമുക്ക് കരയിരുന്ന് സൺസെറ്റ് കാണാൻ. ഇന്ന് കടലിരുന്ന് കാണാം. അടിപൊളിയല്ലേ, സൂപ്പർ. ഓക്കെ, ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിൽ പോവാം. റൂമിൽ ചെന്ന് ഇനി ഫ്രഷനപ്പൊക്കെ ആയിട്ട് രാത്രി ഡിന്നർ കഴിക്കാൻ ഇറങ്ങുമായിരിക്കും. രാത്രി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ചിയേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഈ സൺസെറ്റ് എൻജോയ് ആയിട്ട് ഇനി ബാക്കി വിശേഷം പിന്നെ കാണിക്കാം. ബൈ. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് വീണ്ടും പുതിയ ഡേ ആണ്. ഇന്നലെ നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി, പിന്നെ പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നാ ഞങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പോവാം. ഓക്കെ. മറ്റേത് പൈസ കൊടുത്തോ? ഓ, ഇതിനപ്പം 50,000 പെർ ഡേ. 50,000 ഇന്തോനേഷ്യൻ റുപ്പയാണ്. നിങ്ങളിതെല്ലാം പേടിക്കല്ലേ. ഇന്നലെ നമ്മൾ ഇന്തോനേഷ്യൻ റുപ്പ പറഞ്ഞോളൂ. ഇന്നലെ നമുക്ക് സ്നോർക്കലിങ്ങിന് 2 പേർക്കും കൂടെ പ്രൈവറ്റ് എല്ലാം കൂടെ ഒരു നാട്ടിലൊരു 5,000 റുപ്പീസ് അടുപ്പിച്ചാണ് ആയത്. വിച്ച് ഇസ് ഗുഡ്, ആക്ച്വലി ഗുഡ്. ഭയങ്കര നല്ലതായിരുന്നു. നമ്മൾ പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വരുന്നില്ലായിരുന്നു. നല്ല പ്രൈവറ്റ് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയാണ് നമ്മുടെ അടുത്ത കർമ്മം, സൈക്കിൾ ഓടിക്കുക. എനിക്ക് പേടിയാവുന്നു. സോ ഞാൻ കുഞ്ഞിലെ എന്തോ സൈക്കിൾ ഓടിച്ച് നോക്കട്ടെ. ഞാൻ ഓടിച്ച് കുറച്ച് പോയിട്ട് അവിടെ നിൽക്കാം. ഇതെനിക്ക് എത്തിക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് പതിഞ്ഞല്ലോ. ഞാൻ അവിടെ കൊണ്ട് നിർത്താമേ. 2 ബ്രേക്ക് ഒരുമിച്ച് പിടിക്കണം അല്ലേ? അമ്മേ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ ചെന്ന് കാണാം. ബൈക്ക് ഓടിച്ച് വീഡിയോ എടുക്കാൻ വയ്യ. ഓക്കെ, നമ്മളതാ സൈക്കിൾ പാർക്ക് ചെയ്തു. ഇവിടെ എത്തി. കയറാം. ഓക്കെ, മേലെ പോവാം. താഴെ ഫുള്ളാണ്. നമുക്ക് മേലെ കയറി പോയി കഴിക്കാം. ഇതാണ് കടല് കാണാം. ഇവിടെ കാറ്റുണ്ടല്ലേ. ഓക്കെ, നമ്മളിനി തിരിച്ച് റൂമിൽ പോവാം അല്ലേ? തിരിച്ച് റൂമിൽ പോയിട്ട് നമുക്കിനി വാട്ടർ ആക്ടിവിറ്റീസിനായിട്ട് ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതാ ഇവിടെ കോഫി ആൻഡ് ടൈം എന്ന് പറഞ്ഞ അടുത്തുനിന്നായിരുന്നു. നല്ലതായിരുന്നു. നമുക്ക് പോവാം, റൂമിൽ പോവാം. റൂമിൽ പോയി ഇനി ഡ്രസ് ചേഞ്ച് ചെയ്ത് നമുക്ക് അടുത്ത വാട്ടർ ആക്ടിവിറ്റീസിനായിട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളിതാ തിരിച്ച് റൂമിലെത്തി. നമ്മൾ ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാനായിട്ട് ബീച്ചിലോട്ട് പോവാം. അപ്പോൾ സബ്വിങ്ങിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അതിവിടെ കുറച്ച് കടകളിലെ കുറച്ചല്ല, ഒരിടത്ത് ഞങ്ങൾ കണ്ടുള്ളൂ അല്ലേ സുമു? അപ്പോൾ ഇനിയും അതവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. പറ്റിയാൽ അത് ചെയ്യണം. കാരണം സ്കൂബ ഡൈവിങ് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചെയ്തത് സിമിലർ ആയതുകൊണ്ട് ഞങ്ങൾ സ്കൂബ ചെയ്യാൻ വലിയ താല്പര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങളിന്ന് ഫുൾ ചില്ലയും കടലിലൊക്കെ കളിച്ച്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം.
നമുക്കിന്ന് പുറത്ത് ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കാം. അപ്പോൾ നമുക്ക് സൈക്കിൾ എടുത്ത് പോവാം. ഇതേ നമ്മുടെ മഞ്ഞ സൈക്കിൾ. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ നമ്മൾ സൈക്കിൾ ഓടിച്ച് ഇതേ ഒരു ലോക്കൽ ഷോപ്പിൽ വന്നു. കുതിര. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾ സബ്വിങ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതുണ്ടോ ഇല്ലയെന്ന് നോക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. എന്താ ഇവിടെ കുറേ ആക്ടിവിറ്റി ഉണ്ട് കണ്ടോ. ഇതിൻ്റെ അകത്ത് അതെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്വിങ്. അതെന്ന് വെച്ചാൽ നമ്മളെ ഒരു ബോട്ടിൽ ഈ സാധനത്തിൽ നമ്മൾ പിടിച്ചു കിടക്കും, ബോട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. സിമ്പിൾ അല്ലേ സോ? ഞങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് ആക്ച്വലി കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളി വിളിച്ച് ചോദിക്കുക. ഇതാണ് നമ്മുടെ സൈക്കിൾ. 2 മഞ്ഞ സൈക്കിൾ. നമുക്ക് നോക്കാം. ഞങ്ങൾ ഈ സ്നോർക്കലിംഗ് ഒക്കെ ഓൾറെഡി ചെയ്തു. വാട്ടർഫോളൊക്കെ നമ്മൾ ഉബുദിൽ പോയി കാണും. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയാൻ ചെയ്യാൻ പറ്റുമില്ലെന്ന്. So this is your ticket. Just come here, copy it. We prepare the life jacket, boat, and then the GoPro. Just come. ഇതാ പിടിച്ചോ. 4 മണിക്കാണ് നമ്മുടെ സബ്വിങ്. ഓക്കെ, നമുക്ക് 4 മണിയുടെ സെഷൻ കിട്ടി ഗൈസ്. നല്ല ചൂട്. ഇപ്പം എത്ര മണി? 11. എൻ്റെ ഫോണിലെ വീഡിയോ എടുക്കുകയല്ലേ? എന്താ 11 മണി എന്തായി? വരുന്നില്ല അടങ്ങി. അപ്പം നമുക്ക് ഒരു തോന്നെ സമയമുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും ഐലൻഡിൻ്റെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഞങ്ങൾ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം അങ്ങോട്ട് ചുറ്റി ഇനി ഐലൻഡ് കാണാൻ സമയമുണ്ടോ? അപ്പോൾ നമുക്ക് ഐലൻഡൊക്കെ കാണാം. ആൻഡ് പുള്ളിക്കാരൻ പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരും ഈ സബ്വിങ്ങിങ് ഒന്നും ഇതുവരെ അങ്ങനെ ചെയ്യാറില്ല, വളരെ റെയറായിട്ടേ ചെയ്യാറുള്ളൂ. പൊതുവെ ഇവിടെ ഇന്ത്യക്കാർ കുറവായിട്ട് ഞാൻ കാണിച്ചില്ല. ഇതാ നോക്കൂ, എണ്ണി പറക്കാനുള്ള ഇന്ത്യക്കാരെ ഞങ്ങളിവിടെ കാണാറുള്ളൂ. അപ്പോൾ പൊതുവെ ഇതാണ് ഈ സബ്വിങ്ങിങ്. ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് വന്നതാണ്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. പോയി നോക്കാം. പോവാം, അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോവാം. ശരി. Thank you. അടിപൊളി കടലല്ലേ? ഈ കടലിലൊക്കെ ഇറങ്ങാൻ തോന്നുന്നു. നമ്മളിതാ വണ്ടി ഓടിച്ചോടിച്ചോടിച്ച് ഐലൻഡിൻ്റെ ഒരറ്റത്തെത്തി. ഇവിടെ നല്ലൊരു പൂളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചിവിടെ ചില്ല് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകാം. നമുക്ക് ലോക്ക് ചെയ്തതാണ് നമ്മുടെ ബൈക്ക്. നമ്മൾ ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവും. ഓ നല്ല വെയിൽ, വട സൂര്യൻ. അയ്യോ, ഇതിനകത്ത് പോവാം. അങ്ങനെ നമ്മൾ 2 പേരും ഒരു റിലാക്സിങ് സ്പാ കഴിഞ്ഞു. ഇത് നല്ല സുഖം. ഇന്നലത്തെ സ്നോർക്കൽ ചെയ്ത് 2 പേരുടെയും കാലെല്ലാം നല്ല വേദനയായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നല്ലേ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. സമയമുണ്ട്. അപ്പോൾ സമാധാനമായിട്ട് ഏതെങ്കിലും നല്ലൊരു കഫേയോ നോക്കിയിട്ട് നല്ല ലഞ്ച് കഴിച്ച് റെഡിയായി കുറച്ച് ചില്ലൊക്കെ ചെയ്യാം. എൻ്റെ ബീഫ് ബർഗർ, നമ്മുടെ ചിക്കൻ അല്ലേ?
താങ്ക് യു. താങ്ക് യു. ഞങ്ങളങ്ങനെ ഫൈനലി ഈ ഫുൾ ഐലൻഡ് ചുറ്റി കണ്ടു കേട്ടോ. ഫുൾ കറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐലൻഡ് ഫുൾ കറങ്ങുന്നത്. ഞങ്ങൾ തളർന്നു. നല്ല പാടായിരുന്നു കേട്ടോ സൈക്കിൾ ഓടിക്കാൻ. ഇവിടെ ആഴമുണ്ട് കേട്ടോ. ഇത്ര ഇറങ്ങിയപ്പോൾ തന്നെ മുങ്ങിയുണ്ട് അവരൊക്കെ. ഓ, അവർക്കെല്ലാം കരയിൽ വെച്ച് ചെയ്താൽ പോരെ. ദൂരെ കൊണ്ടുപോകണം. ഇറങ്ങിട്ടൊന്നും ഇടിയാൻ പാടില്ല. ഇതിന്റെ അകത്തോട്ട് ഇറങ്ങാൻ പോവാ. അത് ആ കാണുന്ന പോലാണ്. Tighten your bathing suit. Yours looks like it's already fixed. Can you tighten yours? Yeah. Had a couple incidents. നിന്റെ സ്വിം സൂട്ട് ടൈറ്റ് ചെയ്യാം. ഇത് It's always guys. I lost his shorts because I pulled him in. He's naked. Hey, when did you lose your clothes? Just now? We can find it. No, it's a long time ago. What? That's right. The other way. You want to be on the other side. തിരിച്ചാന്ന് തോന്നുന്നു. Hold the other way. Yep. You come around this way. That's great. The handle's on the back, just like that. Okay, just like that. All right, now point it up a little bit. Huh? Okay. Best way, there's a little black fin. You feel it with your hand first. Sticks out right above the propeller. അവിടെ ചവിട്ടാൻ എന്തോ ഉണ്ടെന്ന്. You can put your foot on top. And then your other foot will step. Nice and easy. Yeah. Nice. We did it. You did good. It was really good, really. It's funny. നമ്മൾ വിചാരിച്ചു അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയല്ലേ. പക്ഷെ ആദ്യം ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ്. സ്നോർക്കലിങ്ങിനെക്കാട്ടും അടിപൊളി. അടിപൊളി. ഓക്കെ ഗൈസ്, അങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം കഴിഞ്ഞ് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നു. ഞാൻ ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലാണ്. അയ്യോ എൻ്റെ ചെവിയൊക്കെ നോക്കുന്നു. അയ്യോ ഭയങ്കര കിടിലായിരുന്നു. ഇത് തന്നെ ഇന്നലെ പറഞ്ഞ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. സ്നോർക്കലിങ്ങിനെ കാട്ടും അടിപൊളിയായിരുന്നു. ഗിലിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത്യാവശ്യം വെള്ളത്തെ ഒരു ബേസിക് സ്വിമ്മിങ് അറിയാം. പക്ഷെ നീന്തേണ്ട ആവശ്യമില്ല അല്ലേ. വെള്ളത്തിനെ വലുതായിട്ട് പേടിക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ ആ ബോർഡിൽ പിടിച്ച് വെള്ളത്തിൽ കിടക്കും. ബോട്ട് നമ്മളെ കൊണ്ടുപോകും. ഇടയ്ക്കിടയ്ക്ക് മേളിൽ വന്ന് ശ്വാസം എടുക്കാം. വെരി സിമ്പിൾ. ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കൈവിട്ട് പോവോ, പിടിക്കാൻ പറ്റുമോ, എൻ്റെ കുഞ്ഞു കൈയാണ് പിടിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ അങ്ങനെ എന്നാലും നമുക്ക് കംഫർട്ടബിൾ പിടിക്കാം. എനിക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ആർക്കും പിടിക്കാൻ പറ്റും. പിടിക്കാം. ഇടയ്ക്ക് ഞാൻ ട്വിസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അയാൾ എന്നെ നിർത്തി രക്ഷപ്പെടുത്തി അല്ലേ. സുമൻ കംഫർട്ടബിൾ അല്ലായിരുന്നു. അയ്യോ, എന്നിട്ട് പേടിയൊക്കെ കുറച്ച് മാറിയപ്പോൾ അകത്തകത്തകത്ത് പോയി ഒരുപാട് മീനെ കണ്ട്, ആമയെ കണ്ട്, എന്തൊക്കെ മീനാ കണ്ടല്ലേ. മീൻ അല്ലാണ്ട് മെറൈൻ ലൈഫ് ഷോ ഭയങ്കര കിട്ടില്ലായിരുന്നു. ഒരു വേറെ ലോകത്ത് പോയി. എനിക്ക് മറ്റേ അക്വാമാൻ സിനിമയില്ലേ, അതിൻ്റെ അകത്ത് ഇങ്ങനെ അയാൾ പോകുന്ന പോലെ തോന്നി. അടിപൊളിയായിരുന്നു.
ഇപ്പോൾ 5 മണി എന്തോ അല്ലേ, സമയം പോയത് അങ്ങനെ. പക്ഷെ ഞാൻ ഇപ്പോഴും ബോധത്തിലെത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഹൈ ആയൊരു ഫീൽ, വെള്ളത്തിൽ പോയി ഹൈ ആയി. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സൈക്കിൾ എടുത്ത് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. കൈ അനക്കാൻ വയ്യ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ എന്തായാലും സബ്വിങ്ങിങ്ങിന് എൻ്റെ വക ഒരു തംസപ്പ് ഹൈലി റെക്കമെൻഡ്. ട്രൈ ചെയ്യും കേട്ടോ. പോവാം നമുക്ക്. ഇനി പോയി പറ്റിയാൽ സൺ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ. സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അതിന് മുമ്പ് നമ്മളങ്ങ് അപ്പുറത്ത് എത്തുമോ എന്തോ. ഈ ഇതിൻ്റെ അപ്പുറത്ത് പോയാലേ കറക്റ്റ് കാണാൻ പറ്റും. കുഴപ്പമില്ല, അപ്പം വെച്ചോട്ടെ. നമുക്ക് പോയി സൺസെറ്റൊക്കെ കണ്ട് റിലാക്സ് ചെയ്യാം. ഓക്കെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ഡേ ഇപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. പോയി കുളിച്ച് ഫ്രഷായി. സോ ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് ഡേ ഗിലിറ്റിയിൽ. ആൻഡ് ലൈക്ക് നമ്മൾ ഇന്നത്തെ നൈറ്റ് എൻഡ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ കഫേയിലിരുന്ന് ഡിന്നർ കഴിച്ചാണ്. വാട്ട് ബെറ്റർ വേ ടു എൻഡ് ദ ഡേ. നല്ല കാറ്റ്, നല്ല പാട്ട്, നല്ല കമ്പനി. നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുക. സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാ ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ പോവാം. സോ ഇനി നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉബുദിൽ പോവും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഗിലിറ്റിയുടെ വിശേഷങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായെന്ന്. സോ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഐ ഹൈലി റെക്കമെൻഡ് കമ്മിങ് ടു ഗിലിറ്റി ഇഫ് യു ആർ kind of a person who likes islands, water sports, ഒരു പാർട്ടി ഇഷ്ടമാണെങ്കിൽ വരിക. ഞങ്ങൾ ഇനി പാർട്ടിക്ക് പോവും. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് അങ്ങോട്ട് പോകത്തേ ഉള്ളൂ. സോ ദർ ഇസ് നൈസ് പാർട്ടി സീൻസ്, ബ്യൂട്ടിഫുൾ കഫേസ്, ഗുഡ് ഫുഡ്, എവറിത്തിങ് ആൻഡ് എ വെരി ചിൽ ലൈഫ്. സോ അതിഷ്ടമാണെങ്കിൽ ഗിലിറ്റി ഈസ് യുവർ പ്ലേസ് ആൻഡ് യു വിൽ ഗെറ്റ് ബ്യൂട്ടിഫുൾ ടർക്കോയ്സ് വാട്ടർ എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. നല്ല മറൈൻ ലൈഫുണ്ട്. ഉറപ്പായിട്ടും വരിക. ഇപ്പം ബാലി വരെ വരുന്നുണ്ടെങ്കിൽ ടേക്ക് 2 days. ഞങ്ങൾ വിക്കേം 2 ദിവസം സ്റ്റേ ചെയ്തു. ആൻഡ് ടുമോറോ വിൽ ബി ലീവിങ് ആൻഡ് ഇറ്റ്സ് ഗുഡ് ഇനഫ്. യു ക്യാൻ സ്റ്റേ ലോങ്ങർ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നിൽക്കാൻ തോന്നും. ബട്ട് ഇറ്റ്സ് ഓക്കെ. മേ ബി ഐ റിയലി ഫീൽ ലൈക്ക് ഈവൻ കമ്മിങ് ബാക്ക് അഗൈൻ. അപ്പോൾ യു നെവർ നോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ടേക്ക് 2 days. ഒരു ദിവസത്തേക്ക് വരരുത്. അന്ന് തന്നെ പോകാൻ പറ്റില്ല. കാരണം ദെൻ യു വിൽ നോട്ട് ഗെറ്റ് ടൈം ടു ഡു എനി വാട്ടർ സ്പോർട്സ്. ഇല്ലേ ജസ്റ്റ് കണ്ടിട്ട് പോകാനാണെങ്കിൽ 1 day ഓക്കെ. അപ്പോൾ എന്തായാലും ഓക്കെ. അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ പാവം ലിത്ത ഹോം സ്റ്റേ. പോവാം. ഇന്ന് നമുക്ക് സൈക്കിളില്ല. ഇന്ന് നമുക്ക് സൈക്കിളൊന്നും ഇല്ല. നമ്മൾ നടന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ഹാർബർ. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേ ബുക്ക് ചെയ്തത് തന്നെ. അപ്പോൾ ഹാർബറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ വേണമെങ്കിൽ ഇവിടെ ലിത്ത ഹോം സ്റ്റേ ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് ലിസയുണ്ട്. ആക്ച്വലി ഇവിടെ ഒത്തിരി ഉണ്ട്. ഇവിടെ പിന്നെ നല്ല പൂളൊക്കെ ഉള്ള പിന്നെ വേണമെങ്കിൽ ഇത് അപ്പുറത്ത് വേറൊരു ഇതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അഗോഡയിലാണ് ബുക്ക് ചെയ്തത്. അപ്പം ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് അഗോഡയല്ല. ഞങ്ങൾ booking.com അഗോഡ എല്ലാം യൂസ് ചെയ്ത ഫുൾ ബാലി ബുക്കിങ്സ് ചെയ്തത്. കൂടുതലും അഗോഡയാണ്. കാരണം അഗോഡയിൽ കുറച്ചും കൂടെ റേറ്റ്സ് ബെറ്ററായിട്ട് നമുക്ക് തോന്നി. Airbnb നോക്കി. പക്ഷെ ഞങ്ങൾ ഈ 2 പേരായതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഒരു ലാഭം തോന്നിയില്ല. ഇഫ് യു ആർ ട്രാവലിംഗ് ആസ് എ ഗ്രൂപ്പ് ഐ ഗെസ് Airbnb വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. അപ്പം നിങ്ങൾക്ക് നല്ല വില്ലയൊക്കെ കിട്ടി കുറേ പേരായിട്ട് ഷെയർ ചെയ്ത് താമസിക്കാം അല്ലേ സുമോ? അപ്പോൾ ഇപ്പം നമ്മൾ പോർട്ടിൻ്റെ അങ്ങോട്ട് പോയി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നമ്മൾ ബോട്ടിൽ കയറി പോവും. അപ്പോൾ വളരെ
മൊത്തത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഗിലിറ്റി തന്നത്. ഇന്നലെ നമ്മുടെ സബ്വിങ്ങിൻ്റെ നമുക്ക് വീഡിയോസ് കുറച്ചേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കുറച്ച് വീഡിയോ കാണിക്കാൻ പറ്റൂ. ഇതേ കുതിരവണ്ടി, ഈ കുതിരവണ്ടിയുടെ സൗണ്ട് മിസ് ചെയ്യും കേട്ടോ. ഇവിടെ ഹോണടിയൊന്നും ഇല്ല, ആകെ ഈ കുതിരവണ്ടിയുടെ ഹോണടിയേ ഉള്ളൂ. അത് നല്ല രസം. അയ്യോ സൈഡ് കൊടുക്കുക. നമ്മൾ ഈ വഴിയാ? നീ എങ്ങോട്ട് പോവാ? ഇതിലേക്ക് അങ്ങെത്തും. ആ ഇതിലേ പോ, മറ്റേ മുടുക്കി കൂടെ പോണ്ടല്ലോ. ആക്ച്വലി നമ്മൾ ഇന്നലെ ഫുൾ ഐലൻഡ് ചുറ്റി കറങ്ങിയല്ലോ സൈക്കിളിൽ. അപ്പം ഞങ്ങൾ മുഴുവൻ കണ്ടു. അപ്പം ഈ പോർട്ടിൻ്റെ ഏരിയയിലാണ് കുറേ കൂടെ ആക്റ്റീവ്, ലൈവ്ലി. കുറേ ഷോപ്സ് ഉണ്ട്, കുറേ ആളുകളുണ്ട്. അപ്പുറത്തോട്ടൊക്കെ ചെല്ലുമ്പം കുറച്ചും കൂടെ ആളുകൾ കുറവാണ്. അതെ, ഈ സൈഡിൽ പോർട്ടിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ പോയ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവായി, കുറച്ചുകൂടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റേ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് വെരി നൈസ്. ഒരു 10K റേഞ്ചിലൊക്കെ യു വിൽ ഗെറ്റ് ലൈക്ക് റിയലി ഗുഡ്. ഭയങ്കര നമ്മുടെ നാട്ടിലൊരു 20, 30, മേ ബി 50 ഒക്കെ കൊടുക്കുന്ന റൂംസ് നമുക്കിവിടെ ഒരു 10, 20, 15 റേഞ്ചിൽ യു വിൽ ഗെറ്റ് റിയലി ഗുഡ് പ്ലേസ് ടു സ്റ്റേ. നമുക്ക് പ്രൈവറ്റ് ബീച്ച് പോലെയൊക്കെ കിട്ടി അടിപൊളിയായിട്ട് കിട്ടും, വിത്ത് പൂൾ, എവറിത്തിങ്. പൂൾ ഇവിടെ ഒരു ക്ഷമയില്ലേ, എവിടെ ചെന്നാലും പൂളുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ നൈസ്. അപ്പം പാർട്ടി സീൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇതൊക്കെ ഇവിടെ പോർട്ടിൻ്റെ അടുത്ത്. അപ്പോൾ പോർട്ടിൻ്റെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, സൈക്കിൾ എടുത്ത് കറങ്ങുക. കുറച്ചൊന്ന് പാടാണ്, ഓടിച്ച് ശീലമില്ലാത്തവർക്ക് എന്നെ പോലെ. ഞാൻ തളർന്നു ഒന്നുമില്ല, പക്ഷെ ലൈക്ക് ഞാനായിട്ട് തളർന്നത് 1 മണിക്കൂർ ഓടിക്കാനുണ്ട്. പക്ഷേ ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്ഥലം നോക്കുക. പോർട്ടുക നമുക്ക് ഒരു 5 minutes ഓക്കേ ഉള്ളൂ. നമ്മളതാ ഇവിടെ എത്തി. എവിടെ നിന്ന് കഴിക്കണം? ഇതെല്ലാം കൊള്ളാം. ആ പച്ചപ്പുള്ളടുത്ത് കയറണോ? ഇവിടെ വേണോ? അപ്പം നമ്മൾ ഇവിടെ ഇവിടെ അവർ ഡൈവിങ് പഠിക്കുന്നതുണ്ടോ? നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല കാറ്റും, ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ചൂടായിരിക്കും എന്ന് വിചാരിച്ചത്, പക്ഷെ അല്ല. വെയിലത്ത് വയ്ക്കുമ്പോൾ ചൂടുണ്ട്, അല്ലാത്തപ്പോൾ നല്ല പ്ലസൻറ്റ് കാറ്റടിക്കുന്ന വെരി നൈസ്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇന്നലെ വാങ്ങി. എൻ്റെ ആമ ഒന്ന് തിരിച്ചു തരുമോ? ആമേനെ എൻ്റെ ആമ കണ്ടോ, ക്യൂട്ടല്ലേ? ഇത് റിയൽ പേൾസും ഇവിടുത്തെ കോറൽസുമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഗില്ലിറ്റിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വാങ്ങിയതാ. ഓക്കെ, പിന്നെന്താ, ഓൾ ഗുഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ചിട്ട് പോട്ടെ. സോ ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? സുമു വരൂ, ബൈ പറയാൻ വരൂ, കമോൺ. ഓക്കെ ബൈ. ഇനി അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.